ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഇതുപോലത്തെ പേപ്പർ കപ്പ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ആദ്യം തന്നെ നമ്മൾ പേപ്പർ കപ്പ് എടുത്തിട്ട് നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മെഷർ ചെയ്ത് കൊടുക്കണം, താഴെ നിന്ന് മുകളിലോട്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡുകളും ഈവണായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ 3 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി അത് മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാ മാർക്കിങ്ങുകളും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതില്ലാതെ തന്നെ എല്ലാ സൈഡും ഒരേപോലെ കട്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സിസേഴ്സ് എടുത്തതിന് ശേഷം ആ ഒരു മാർക്കിംഗ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മുകളിൽ ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിനൊരു മെത്തേഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു കട്ടിങ് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാം, ഇതിനെ ഇങ്ങനെ തന്നെ വിടാം. ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, ഈ കട്ട് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിന് നമ്മൾ വരച്ചു കൊടുത്ത ആ ലൈനില്ലേ, ആ ലൈൻ വരെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. വിട്ട് കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ, ഫുൾ റൗണ്ടിൽ കട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് ഇരിക്കുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് വെച്ച്. അതുപോലെ തന്നെ കുറേ കുഞ്ഞു കൂട്ടുകാർ ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്. ഇനി അത് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ചെറുതാക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രിപ്പ് എടുക്കാം. ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് തൊട്ടടുത്ത സ്ട്രിപ്പ് നമ്മൾ വിടുക. എന്നിട്ട് അടുത്ത സ്ട്രിപ്പിൻ്റെ താഴോട്ട്, അതായത് ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് തൊട്ടടുത്തതിൻ്റെ മുകളിലോട്ട് എടുത്തിട്ട് അടുത്തതിൻ്റെ താഴോട്ട് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. ഒന്നുകൂടെ സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. ഒരു സ്ട്രിപ്പ് എടുത്തു, നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് തൊട്ടടുത്ത സ്ട്രിപ്പിനെ നമ്മൾ മുകളിലോട്ട് എടുത്തു. എന്നിട്ട് അടുത്ത സ്ട്രിപ്പിൻ്റെ താഴേക്ക് കണ്ടോ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ താഴോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം മടക്കിയതിൻ്റെ ആ ഒരു ലെങ്ത്തിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിക്കോളൂ, നമ്മൾ ഒരു സ്ട്രിപ്പ് ഇതുപോലെ എടുത്തു. ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അടുത്തതിൻ്റെ മുകളിലൂടെ എടുത്തിട്ട് കണ്ടോ താഴേക്ക് കണ്ടോ ഇതുപോലെ എടുത്ത് ഒരെണ്ണം വിട്ടു. നമ്മൾ ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ വിട്ടിട്ട് ഈ ഒരു സ്ട്രിപ്പാണ് നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് അടുത്തതിൻ്റെ താഴേക്ക് വെച്ച് കൊടുത്തു കണ്ടോ. എന്നിട്ട് ഇത് ഒരേപോലെ വെച്ചിട്ട് ആദ്യം വീവ് ചെയ്തതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത സ്ട്രിപ്പുകളെല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. കാണുമ്പോൾ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ വളരെ ഈസിയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ ഓരോന്നും ചെയ്യുമ്പോഴും എല്ലാ ഭാഗങ്ങളും ഒരേ ലെവലിൽ വരാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ മടക്കി ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഗ്ലൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ വരും കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആദ്യത്തേതിൻ്റെ മുകളിലൂടെ എടുത്ത് രണ്ടാമത്തേതിൻ്റെ താഴത്തോട്ട് കണ്ടോ ഇങ്ങനെയാണ് വീവ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വീവ് ചെയ്തെടുത്തപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു പേപ്പർ കപ്പിന് പുറം ഭാഗത്ത് ഒരു ടെർക്കോയിഷ് ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിന് പിന്നെ ഞാൻ കളേഴ്സൊന്നും ചെയ്ത് കൊടുക്കില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പെയിൻറ്റ് ചെയ്ത് വേറെ കളേഴ്സൊക്കെ കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സൈഡുകളൊക്കെ എല്ലാ ഭാഗങ്ങളും ഈവൻ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ വേണമെങ്കിൽ ഇതിൽ പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനൊന്ന് പ്രസ്സൊക്കെ ചെയ്ത് വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. അതിനുശേഷം ഇനി ചെയ്യുന്നത് നമ്മൾ ആ പേപ്പർ കപ്പിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ പീസ് ഉണ്ടല്ലോ, ആ പീസ് നമ്മളിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഒരു ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനത്തെ ഹാങ്ങിങ് വേണ്ട. ആ താഴത്തെ ഒരു വേസ്റ്റ് ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേപ്പർ കപ്പിൽ നിന്ന് ഈ പീസ് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഇനി വരാൻ പോകുന്നതിൽ കണ്ടിട്ട് വേണോ വേണ്ടോ എന്നുള്ളത് ഓപ്ഷണലാണ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്ന് വെച്ചാൽ മാത്രം ആ ഭാഗം കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട. ഇനി താഴത്തെ ഭാഗത്ത് ഞാനിപ്പോൾ ഒരു ഫോം ഷീറ്റ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഇതിന് പകരമായിട്ട് റിബൺ വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ താഴത്ത് ഇതിങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ വീവ് ചെയ്തതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ആവാനും കൂടെ നല്ലതാണ്. അതിനുശേഷം ഈ ഹാൻഡിലും കൂടെ ഞാനൊരു ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഓക്കെ, ശരിക്കും ഒട്ടിയിട്ടില്ല, അതിൻ്റേതായ കുറച്ച് അതുകൊണ്ട് ഒത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേബിളുമിലൊക്കെ ഇതുപോലെ ഫ്ലവർ വെച്ചിട്ട് ഒരു ഫ്ലവർ വേസ് പോലെ ഉണ്ടാക്കിയെടുക്കാം. പണ്ടൊക്കെ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന പൂക്കൂട എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ ഫ്ലവറൊക്കെ കൊണ്ടുപോകുന്ന ഒരു സംഭവം. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഹാൻഡിൽ പിടിച്ചിട്ടാണ് നമ്മളത് കൊണ്ടുപോവുക. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് നമ്മൾ ഈ പേപ്പർ കപ്പിന് നമ്മളുടെ ബ്രാസ് കളേഴ്സോ അങ്ങനത്തെ കളേഴ്സ് അല്ലെങ്കിൽ ഗോൾഡ് കളേഴ്സ് മെറ്റാലിക് ഗോൾഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫോം എടുത്തിട്ട്, അതായത് സ്പോഞ്ച് എടുത്തിട്ട് അതിൽ ഞാൻ ഫ്ലവേഴ്സ് ഇങ്ങനെ കുത്തി വെച്ചേക്കാണ് തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ ഞാൻ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്ലവർ വേസുകളിൽ ഇങ്ങനത്തെ ഓർബീസ് ഫോമോ അങ്ങനെ എന്തോ ആണ് ആ സ്പോഞ്ചിനെ പറയുക, അങ്ങനത്തെ സംഭവം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് പകരമായിട്ട് നമുക്ക് കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ പാക്കിങ്ങിൽ നിന്നൊക്കെ കിട്ടുന്ന തെർമോക്കോൾ ഉണ്ടല്ലോ, അതൊന്ന് റൗണ്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കല്ല, വെറുതെ കുത്തി വെച്ചേക്കാണ് കേട്ടോ. ഇത് ഇപ്പോൾ മോൻ ചെയ്തെടുത്ത 2 ബാസ്ക്കറ്റുകളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കണ്ടിട്ട് മോൻ ചെയ്തതാണ്. അപ്പോൾ ഉണ്ട് ആദ്യത്തെ ബാസ്ക്കറ്റ് ഇതാണ്. അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്കുകൾ പറ്റി ഈവൺ ആയിട്ടൊന്നും വന്നില്ല. പക്ഷേ രണ്ടാമത് ചെയ്തതാണ് ഇത് കണ്ടോ, രണ്ടാമത് അവൻ ചെയ്ത ബ്ലൂ കേട്ടോ, ഫ്ലവർ വെച്ചതല്ല മറ്റേത്. അത് മോൻ ചെയ്തു വന്നപ്പോൾ കണ്ടോ, അത് നല്ല ഭംഗിയായിട്ട് വന്നു. അപ്പോൾ ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലവർ വേസ് ആണ്, റീയൂസ് ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂട്ടുകാർ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഇതങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം, കുട്ടികൾക്ക് പോലും ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചൊന്നുമല്ല, മോൻ ചെയ്തതുപോലും. അപ്പോൾ അതുപോലെ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫോം ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിതിന് ഒരുപാട് യൂസുകളുണ്ട്. ഞാനിപ്പോൾ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ബ്ലൂ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് പെയിൻ്റ് ഒന്നും ചെയ്യാതെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഫ്ലവർ വേസ് ആയിട്ട് അല്ല വേണ്ടേ എന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മുടെ സ്റ്റഡി ടേബിൾമേലോ നമ്മുടെ ഇറേസേഴ്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്റർ പീസായിട്ടോ അതല്ലെങ്കിൽ സ്റ്റഡി ടേബിൾമേ ഡെക്കോറായിട്ടോ ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും ബൈ.